ഇന്ന് നിങ്ങളെ സഹായിക്കുവാൻ ആരും കൈ നീട്ടിയില്ലെങ്കിലും, നിങ്ങളെ കൈ താങ്ങുവാൻ ആരും കരം തന്ന് സഹായിച്ചില്ലെങ്കിലും, നിങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകാനോ ഗൈഡ് ചെയ്യുവാനോ നിങ്ങൾക്കൊരു നല്ല ആലോചന പറഞ്ഞു തരുവാനോ നിങ്ങളുടെ കൂടെ ആരും നിന്നില്ലെങ്കിലും നിങ്ങൾ നിരാശപ്പെടേണ്ട. കർത്താവ് ഇന്ന് തരുന്ന ആലോചന, ദൈവത്തിൻ്റെ നീട്ടിയ ഭുജം, ദൈവത്തിൻ്റെ വലങ്കൈ നിങ്ങളെ താങ്ങും, നിങ്ങളെ രക്ഷിക്കും, നിങ്ങളെ വിടുവിക്കും. ഈ ഞായറാഴ്ച ഇന്ന് കർത്താവിനെ ആരാധിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ജനം, ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി ഞാൻ വന്ദനം ചെയ്യുന്നു. എല്ലാ ഞായറാഴ്ചയും രാത്രി ഇന്ത്യൻ സമയം 10 മുതൽ 11 വരെ ഓൺലൈനിൽ നമ്മുടെ വർഷിപ്പും ദൂതും സന്ദേശമൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാം. ഇന്ന് രാത്രിയിലും ഉണ്ട്. അതിൻ്റെ ലിങ്കും സൂമിലൂടെയാണ്. ഐഡിയും പാസ്വേഡൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി, അയച്ചു തരാം. നിങ്ങൾ നിശ്ചയമായും ജോയിൻ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി പേഴ്സണലായിട്ടുള്ള പ്രെയർ അതിനകത്തുണ്ട്. ആമേൻ. പരിശുദ്ധാത്മാവ് ഇന്ന് തന്ന ആലോചന ഇതാണ്: നിങ്ങളെ വിടുവിക്കുവാൻ ദൈവം തൻ്റെ വലങ്കൈ നീട്ടി രക്ഷിക്കും. നിങ്ങളെ വിടുവിക്കുവാൻ തൻ്റെ വലങ്കൈ ദൈവം നീട്ടും. ഹല്ലേലൂയ. ഒരുപാട് പേര് രോഗികളാകുമ്പോൾ, വലിയ കടഭാരത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒറ്റപ്പെടാറുണ്ട്. ഏറ്റവും വലിയ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്ന സമയങ്ങളാണ് സാമ്പത്തികമായ തകർച്ചയുടെ സമയം, അല്ലെങ്കിൽ രോഗത്തിലൂടെ കടന്നു പോകുന്ന സമയം, ഇല്ലെങ്കിൽ മറ്റുള്ളവർ തെറ്റിദ്ധരിച്ച അപമാനിച്ച് മാറ്റി നിർത്തുന്ന സമയം. ഇങ്ങനെയൊക്കെ പോകുന്ന സമയങ്ങളിൽ ഒറ്റപ്പെടാറുണ്ട്. അവിടെ ആരാ താങ്ങുന്നത്? ആരാ ആലോചന പറയുന്നത്? ആരാ കൂടെ നിൽക്കുന്നത്? മറ്റുള്ളവരെല്ലാം മാറി നിന്ന് നോക്കും, ഇവനൊന്ന് നന്നാകുമോ, അല്ലെങ്കിൽ ഇവനൊന്ന് പോകുന്ന കാണട്ടെ, ഗതി പിടിക്കുന്ന കാണട്ടെ, ഉയരുന്ന കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ അവരുടെ നടുവിലും, നിങ്ങളുടെ ഒറ്റപ്പെടലിൻ്റെ നടുവിൽ നിങ്ങളെ സഹായിക്കുവാനും താങ്ങുവാനും കൈപിടിച്ചുയർത്തുവാനും കരുത്തുള്ള ഒരു കരമുണ്ട്. അത് ദൈവത്തിൻ്റെ വലങ്കയ്യാണ്. ഹല്ലേലൂയ. 60-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ദാസൻ വളരെ വേദനപ്പെട്ട് നിന്നുകൊണ്ട് ഒരു വാക്ക് പറയുന്നതാണ്. അതിനകത്ത് ഇടയ്ക്കത്തൊരു വാക്യം കേട്ടോണം: ദൈവമേ, നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞ് ചിതറിച്ചിരിക്കുന്നു, കോപിച്ചിരിക്കുന്നു, പരിഭ്രമത്തിൻ്റെ വീഞ്ഞ് ഞങ്ങളെ കുടിപ്പിച്ചു, കാഠിന്യം അനുഭവിച്ചു. ഇത്രയൊക്കെ വലിയ കഷ്ടതയിലൂടെയാണ് പോകുന്നത്. വലിയ കഷ്ടതയിലൂടെ, വലിയ കാഠിന്യത്തിലൂടെ, കയ്പിലൂടെ പോവുകയാണ്, കാഠിന്യങ്ങൾ അനുഭവിക്കുക. എന്നാൽ 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുക: നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലങ്കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുളയണമേ. ആമേൻ. നിങ്ങൾ എത്ര കാഠിന്യങ്ങൾ അനുഭവിച്ചാലും, എത്ര പരിഭ്രമത്തിൻ്റെ വീഞ്ഞ് നിങ്ങൾ കുടിക്കേണ്ടി വന്നാലും, ഞെരുക്കത്തിൻ്റെ അപ്പം, കഷ്ടതയുടെയും വേദനയുടെയും വെള്ളമൊക്കെ കുടിക്കേണ്ടി വന്നാലും, ദൈവത്തിൻ്റെ സമയത്ത് നിങ്ങൾക്കൊരു വിടുതൽ, ദൈവത്തിൻ്റെ കൈ നീട്ടി ദൈവം നിങ്ങൾക്കൊരു വിടുതൽ തരും. ഹല്ലേലൂയ. കുറേ സമയത്തേക്ക് ഒരു പരിശോധന പോലെ കഷ്ടതകളിലൂടെ ദൈവം നമ്മളെ കടത്തിവിടും. പക്ഷെ അവിടെയൊക്കെ പ്രാർത്ഥിക്കുന്നവന് ദൈവം ഒരു വിടുതൽ കൊടുക്കും. ഈ ഹിസ്കിയാ രാജാവ് മരിക്കത്തക്ക രോഗം പിടിച്ച് സംഭവമാണ് നമ്മൾ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 20-ാം അധ്യായത്തിൽ കാണുന്നത്. മരിക്കത്തക്ക രോഗം പിടിച്ചു. പക്ഷേ അതിനു മുമ്പ് അദ്ദേഹം ഭയങ്കര ഭക്തനായ, ദൈവഭക്തിയിൽ രാജ്യത്തെ നയിച്ച യഹൂദ രാജാവാണ്. എന്നാൽ ആ മരിക്കത്തക്ക രോഗം പിടിച്ചപ്പോൾ അദ്ദേഹം ദൈവസന്നിധിയിൽ വന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ്. ട്യൂമറാണ് പിടിച്ചെന്നാണ് അറിയുന്നത്. ട്യൂമറോ ക്യാൻസറോ എന്തെങ്കിലും ആകാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലവിളി ദൈവസന്നിധിയിലെത്തി. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവം അദ്ദേഹത്തിന് ആയുസ്സിനോട് 15 സംവത്സരം കൂടെ കൂട്ടിക്കൊടുത്തു. എപ്പോഴും നമ്മൾ ഓർക്കണം, ഒരു പിടിയില്ല, ഒരു വഴിയില്ല, ഇനി എങ്ങോട്ട് നോക്കാനില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ ചിലപ്പോൾ ദൈവം തന്നെ അടയ്ക്കുന്നതായിരിക്കാം. പക്ഷെ ആ സമയത്ത് നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് നോക്കണം, ദൈവത്തിൻ്റെ കാൽക്കൽ ഇരിക്കണം, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി കരയണം. ഹല്ലേലൂയ. മനുഷ്യൻ്റെ മുഖത്തുനിന്ന് നമ്മുടെ ദൃഷ്ടി മാറ്റിയിട്ട്, മനുഷ്യരെ കുറ്റം പറയുന്നതും അവരോടുള്ള പരിഭവങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ കർത്താവിൻ്റെ സന്നിധി ഇരിക്കണം, കർത്താവിനോട് സംസാരിക്കണം. അപ്പോൾ കർത്താവ് പറഞ്ഞു തരും എന്ത് ചെയ്യണം. ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പോലും ദൈവസന്നിധി ഇരിക്കുമ്പോഴാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്താ പ്രാർത്ഥിക്കേണ്ടത് പോലും അറിയത്തില്ല. പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് അറിയാത്ത ആളുകൾ വായി വരുന്ന എല്ലാം പറയും.
കുറേ കുറ്റം പറയും, കുറേ കരയും, കുറേ അതും ഇതും പറയും, ഇവിടുത്തെ കാര്യങ്ങൾ പറയും. പിശാച് അത് മുതലാക്കി അവരുടെ ഇവിടെയും ദുരനുഭവങ്ങളെക്കുറിച്ച് നമ്മുടെ കാതുകളിൽ വാർത്തകൾ എത്തിപ്പിക്കും. പക്ഷേ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പിശാച് മാറും, പിശാച് ഓടും. കാരണം നമ്മൾ ദൈവത്തോടല്ലേ സംസാരിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കുന്നവനോട് ദൈവം സംസാരിക്കുമ്പോൾ നമ്മൾ വചനം ദൈവം ഇടപെടും. ആ വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ വിടുതൽ ആരംഭിക്കും. കാരണം വചനം അയച്ചല്ലേ ദൈവം വിടുവിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് പ്രിയമുള്ളവരെ അവൻ്റെ വലങ്കൈ നീട്ടി വിടുവിക്കും. ദാനിയേലിന്റെ പ്രവചനം 9-23 വാക്യത്തിൽ ദാനിയേലിനോട് പറയാം, ഏറ്റവും പ്രിയ പുരുഷ ദാനിയേലേ, നീ ബലപ്പെട്ടിരിക്കാം. നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതെപ്പോഴേ നിനക്കുള്ള ഉത്തരം വന്നു കഴിഞ്ഞു. നീ ബലപ്പെട്ടിരിക്കുക. നീ ഏറ്റവും പ്രിയപുരുഷനാകിയാൽ നിന്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ നിനക്ക് ഉത്തരം അരുളി. അപ്പോൾ ദൈവത്തിൻ്റെ പ്രിയമുള്ളവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ മറുപടി ഓൾറെഡി ദൈവം അയച്ചു കഴിഞ്ഞിരിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് പ്രിയമുള്ളവരായി തീരുക, ദൈവത്തിന് ഇഷ്ടമുള്ളവരായി തീരുക. ദൈവത്തിന് ഇഷ്ടമുള്ളവരായി തീരുക എന്ന് പറഞ്ഞാൽ പലരും പല അർത്ഥങ്ങളിലൂടെയാണ് അതിനെ കാണുന്നത്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയ കാര്യം ഈ ദാവീദുമായി ബന്ധപ്പെട്ടാണ് എനിക്കത് മനസ്സിലായിട്ടുള്ളത്. ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്നും ദൈവത്തിന് ഏറ്റവും ബോധിച്ച മനുഷ്യനെന്നും കണ്ടു. അപ്പോൾ അത് ഞാനിങ്ങനെ പഠിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി, ഈ പാപം ചെയ്യാതെ തങ്ങളെ തന്നെ വിശുദ്ധിയിൽ കാത്ത ഭക്തിയോടെ വലിയ നീതിബോധത്തോടെ മാത്രം ജീവിച്ച ആളുകളെ ആയിരിക്കും ദൈവം ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് ചിന്തിച്ചത്. അത് ശരിയാണ് കേട്ടോ, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിലും വലിയൊരു കാര്യമുണ്ട്. തെറ്റുകളെ ഗ്രഹിക്കുകയും മറിഞ്ഞിരിക്കുന്ന തെറ്റുകളെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് കഴുകണമേ എന്ന് പറയാൻ ഒരു സമർപ്പണവും എളിമയുണ്ട്. അവരെ കർത്താവിന് ഇഷ്ടം. ദൈവത്തിനറിയാം മനുഷ്യനായി പിറന്നവരെല്ലാം തെറ്റുണ്ടെന്നും അത് രഹസ്യമായിട്ടാണെങ്കിലും പരസ്യമായിട്ടാണെങ്കിലും ഇനി അവൻ തന്നെ അറിയാത്തതാണെങ്കിൽ പോലും. പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് യാതൊരു തെറ്റിനെക്കുറിച്ചും ബോധ്യമില്ലെങ്കിലും ഞാൻ നീതിമാനെന്ന് വരികയൊന്നുമില്ല. അതുകൊണ്ട് ദാവീദുമായി ബന്ധപ്പെട്ട് ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള മനുഷ്യനെന്ന് ഞാൻ ദാവീദുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ ജീവിതത്തിലെ തെറ്റുകളെ തുറന്ന് സമ്മതിക്കാനൊരു മനസ്സുണ്ടെങ്കിൽ ദൈവം അവരെ ഏറ്റവും ഇഷ്ടപ്പെടുന്നു. അപ്പോൾ സ്വയം നീതീകരണക്കാരെയോ നീതിമാന്മാരെയാണ് ദൈവത്തിന് വേണ്ടത്, അല്ലെങ്കിൽ നീതീകരിക്കാനാണ് ദൈവം വന്നത്. പക്ഷേ എനിക്ക് നീതീകരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നവരല്ല. കർത്താവേ, നിൻ്റെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് പറയുന്ന, അതൊന്നും പറയാൻ മനസ്സ്, കുറ്റങ്ങളെ തുറന്ന് സമ്മതിക്കുവാൻ, ദൈവമേ എന്നെ നിൻ്റെ പരിശുദ്ധാത്മാവൻ എൻ്റെ അടുത്ത് എടുത്ത് കളയരുതേ, എന്നെ തള്ളിക്കളയരുതേ എന്ന് പറഞ്ഞ് മനസ്സ് തകർന്നിരിക്കുന്നവനുണ്ടെങ്കിൽ അവൻ്റെ മുമ്പിൽ നിന്ന് ദൈവം മാറത്തില്ല. അപ്പോൾ ദൈവത്തിന് പ്രിയമുള്ളവരെന്ന് പറയുമ്പോൾ ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കുന്നവരാണ്. ഹല്ലേലൂയ. ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കുന്നവരാണ്. ജീവിതത്തിൽ വീഴ്ചകൾ വരാമേ, പക്ഷേ ദൈവത്തോടുള്ള സ്നേഹം നിമിത്തം നമ്മൾ മടങ്ങി വരും. അവിടെയാണ് ദൈവത്തിൻ്റെ നീതീകരണത്തിൻ്റെ പുതപ്പ് നമ്മുടെ മേൽ ദൈവം ഇടുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടുവാൻ ദൈവം തൻ്റെ വലങ്കരം നീട്ടി നമ്മളെ വിടുവിക്കും. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ വിശ്വസിച്ചോ? സമൂഹം മുഴുവൻ നിങ്ങളെ തള്ളിപ്പറഞ്ഞാലും, ആരെല്ലാം നിങ്ങളെ ഉപേക്ഷിച്ചാലും ദൈവം നിങ്ങളെ നീതീകരിക്കുന്നവൻ. അതുകൊണ്ടാണ് പൗലോസ് റോമാലേഖനം 8:32 വാക്യത്തിൽ പറയുന്നത്, ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റം ചുമത്തും? ദൈവം തിരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം. നമ്മളെ നീതീകരിക്കാൻ ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആര് സ്വർഗത്തിൽ നമ്മൾ വിടത്തുമില്ല. പക്ഷേ നീതീകരിക്കുന്നത് കർത്താവാണ്. ഹല്ലേലൂയ. കരയുന്നവനെ, നിലവിളിക്കുന്നവനെ, പ്രാർത്ഥിക്കുന്നവനെ, ഏറ്റുപറയുന്നവനെ കർത്താവ് നീതീകരിക്കുന്നത്. അങ്ങനെയാണ് നാം നീതിമാന്മാരായി തീരുന്നത്. നമ്മൾ നീതി പ്രവർത്തിച്ചിട്ടല്ല. നീതീകരിക്കപ്പെട്ടവൻ നീതി പ്രവൃത്തി ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്, നീതീകരിക്കപ്പെട്ടവൻ. എന്നാൽ ആ നീതീകരണം എൻ്റെ സ്വയനീതി കൊണ്ടല്ല, ദൈവം യേശുക്രിസ്തു മുഖാന്തരം എന്നെ തൻ്റെ രക്തം കൊണ്ട് നീതീകരിച്ചതാ, അല്ലാതെ എൻ്റെ നീതി പ്രവൃത്തി കൊണ്ടല്ല. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, കർത്താവിനെ ഏറ്റവും അധികം സ്നേഹിക്കുക. കർത്താവിന് പ്രിയമുള്ളവരെ അവൻ വിടുവിക്കുന്ന ദൈവം. അതിനുവേണ്ടി അവൻ വലങ്കരം നീട്ടും. ദൈവം നിങ്ങൾക്ക് വേണ്ടി വലങ്കരം നീട്ടും. ദൈവത്തിന് അങ്ങനെയുള്ളവരെയാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടം. ഹല്ലേലൂയ. ഇന്ന് കർത്താവിനെ ആരാധിക്കാനും സ്തുതിക്കാനും ഉള്ള വലിയൊരു കാര്യം ഇതാ. കർത്താവെ, ഒരു യോഗ്യതയില്ലാത്ത എന്നെ നീ നീതീകരിച്ചല്ലോ, ഒരു യോഗ്യതയില്ലാത്ത എന്നെ നീ പ്രിയനാക്കി തീർത്തല്ലോ, പ്രിയ പുരുഷനാക്കി തീർത്തല്ലോ. ആമേൻ. നിന്റെ വലങ്കരം നീട്ടി എന്നെ രക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടുവാൻ നിന്റെ വലങ്കരം നീട്ടി രക്ഷിക്കുന്നല്ലോ.
നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൻ്റെ അനേകവിധമായ കുറവുകളെയും കുറ്റങ്ങളെയും ക്ഷമിച്ചിട്ട് അവിടുത്തെ പുത്രൻ്റെ രക്തം കൊണ്ട് കഴുകി അവിടുത്തെ നീതിയുടെ വസ്ത്രം ധരിപ്പിച്ച് വിശുദ്ധരാക്കി ഞങ്ങളെ നിർത്തിയിരിക്കയാൽ നന്ദി. ഇനി ഞങ്ങൾ നീതിയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, നിനക്ക് പ്രിയമുള്ളവരാക്കി നിർത്തിയതുകൊണ്ട് നീ നിൻ്റെ കരം നീട്ടി വലങ്കരം നീട്ടി ഞങ്ങളെ വിടുവിക്കാൻ പോകുന്നതിനായി നന്ദി. നാളുകളായി വിടുതൽ കാത്തിരിക്കുന്ന ഈ മക്കളുടെ വിഷയങ്ങളുടെ മേൽ അത്ഭുതകരമായ വിടുതലുകൾ നടക്കട്ടെ. അസാധാരണമായ അത്ഭുതങ്ങൾ വീര്യപ്രവൃത്തികളിൽ നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസം, ഈ ഞായറാഴ്ച കർത്താവിൻ്റെ വിടുതലിൻ്റെ ദിവസമായി മാറട്ടെ. യേശുപ്പച്ചൻ കരം നീട്ടിയതിനായി, വലങ്കരം നീട്ടി വിടുവിക്കുന്നതിനായി നന്ദി. അത്ഭുതം ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ കുറേ പേർക്ക് ഷെയർ ചെയ്യണം. മറക്കരുത്, ഇന്ന് രാത്രിയിലെ 10 മുതൽ 11 വരെയുള്ള മീറ്റിങ്ങിൽ രാത്രി നിങ്ങൾ ജോയിൻ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വെരി ബ്ലസ്സഡ് സൺഡേ.